പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നന്മയുടെ ഒരു നല്ല ദിവസം ഏവർക്കും നേരുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചുകുട്ടി, അതായത് എൻ്റെ മകൾ കരയുന്നത് കേട്ടുകൊണ്ട് ഞാൻ എൻ്റെ പെട്ടെന്ന് അകത്ത് കയറാൻ സാധിക്കുന്ന വഴിയിലൂടെ ബെഡ്റൂമിൽ ചെന്നു. അപ്പോൾ കുഞ്ഞ് ബെഡിൽ നിന്ന് എന്നെ കണ്ടതും രണ്ട് ബെഡ് ഒരുമിച്ചിട്ടേക്കുക, എഴഞ്ഞ് എന്ന് നടക്കാൻ പ്രായമായിട്ടില്ല, വളരെ വേഗത്തിൽ കരഞ്ഞുകൊണ്ട് എഴയുകയാണ്. ഞാൻ ബെഡിൻ്റെ അടുത്ത് വന്നതും കുഞ്ഞ് ഒന്നും നോക്കിയില്ല, ആ എഴയുന്ന രൂപത്തിൽ ഒറ്റച്ചാട്ടം. അപ്പം ഞാനിതിനെ കോരിങ്ങെടുത്തു. സംസാരിക്കാറായിട്ടില്ല, കരയുന്ന മാത്രമേ ഉള്ളൂ, കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നിലത്ത് വീണു, എന്തോ താഴെ വീണു എന്ന് വെച്ചാൽ ബെഡിൽ നിന്നായിരിക്കും. അവൻ്റെ മറ്റു കാര്യങ്ങളൊന്നും തിരക്കാൻ പോയില്ല. പക്ഷേ ഈ കുഞ്ഞിനെ അവൾക്കറിയാം, ഞാൻ എങ്ങനെ ചാടിയാലും എൻ്റെ അച്ഛൻ എന്നെ എടുത്തുള്ളൂ. അതൊരു വിശ്വാസമാണല്ലേ. ഇന്ന് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 21 മുതലുള്ള വചനങ്ങളിൽ ഒരു ചെറിയ ആധികാരികത നമുക്ക് കാണാൻ സാധിക്കും. ഈ ആധികാരികത മറ്റൊന്നുമല്ല, പിശാച് ബാധിതനായ ഒരു മനുഷ്യനെ ഈശോ കാണുന്നു. അപ്പോൾ ഈ പിശാച് ബാധിതൻ പറയുന്നൊരു വാക്കുണ്ട്, നീ ആരെന്ന് എനിക്കറിയാം. ഈശോയെ നോക്കി പറയാം. ഈശോ ശാസിച്ചിട്ട് പറഞ്ഞു, നീ അവനിൽ നിന്ന് പുറത്തു, പിശാചിനോട് പറയാം, നീ പുറത്തു പോക്കുള്ളൂ. പക്ഷേ ഈ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നീ ആരെന്ന് എനിക്ക് തിരിച്ചറിയാം. പിശാച് ബാധിതനെ ബൈബിൾ അനുസരിച്ച് ഈശോ സുഖപ്പെടുത്തുന്നൊക്കെയുണ്ട്. പക്ഷേ ഈ തിരിച്ചറിവ് നമുക്കെല്ലാവർക്കുള്ള, നമുക്ക് നമ്മുടെ ദൈവത്തെ, നമ്മുടെ ഈശോയെ നമുക്ക് തിരിച്ചറിയാം, ദൈവത്തെ തിരിച്ചറിയാം. പക്ഷെ നമുക്ക് ഈ തിരിച്ചറിവുണ്ടെങ്കിലും നമുക്ക് അവനിലേക്ക് അന്ധമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണ അർപ്പണത്തോടോ എടുത്തു ചാടാൻ, ഈ കുഞ്ഞു ചാടിയതുപോലെ ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പല തടസ്സങ്ങളുണ്ട്. ഈ തടസ്സങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നിടത്താണ് നസ്രായൻ കൃത്യമായിട്ട് ഇടപെടുന്നത്. എങ്കിലും മറ്റൊരു കാര്യം കൂടെ മനസ്സിലാക്കുക, തിരിച്ചറിഞ്ഞവനെ ഉപേക്ഷിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം ഇവിടെ കാണാം. തിരിച്ചറിഞ്ഞവൻ എന്തിന് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് ഈ പിശാചു ബാധിതൻ ചോദിക്കുമ്പോഴും, പിശാചു ബാധിതനാകട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവനാകട്ടെ, മാനസികമായി തളർന്നവനാകട്ടെ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് പറയുന്ന ഒരു ഈശോയുടെ സ്വരോടെ കേൾക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ് എന്ന് ചിന്തിച്ച് അവൻ ഇടപെട്ടോളും എന്നുള്ള ധൈര്യത്തിൽ മുന്നോട്ട് നീങ്ങുക. അവൻ തീർച്ചയായും ഇടപെടും. കരയേണ്ട, നിൻ്റെ കണ്ണീരൊപ്പാൻ ഞാനും നിൻ്റെ കൂടെയുണ്ട്.